Welcome back to Tales of Literature. Today we are going to discuss a poem, To His Koi Mistress, written by Andrew Marvell. ടു ഈസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്നത് ആൻഡ്രോ മാർവലിൻ്റെ ഒരു പോയമാണ്. ആൻഡ്രോ മാർവലിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ഒരു പോയറ്റാണ്. പിന്നീട് ഒരു സാട്രിസ്റ്റ് ആണ്. സാറ്റിറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സറ്റയർ, അതായത് ആക്ഷേപം ഒരുപാട് യൂസ് ചെയ്യുന്ന ആളെ, ആക്ഷേപ ഹാസ്യക്കാരൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതാണ് സാറ്റിറിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു പൊളിറ്റീഷ്യനും കൂടാണ്. അപ്പം ആൻഡ്രോ മാർവൽ എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മെറ്റാഫിസിക്കൽ പോയിട്ടാണ്, സറ്റയറിസ്റ്റ് ആണ്, അതുപോലെ ഒരു പൊളിറ്റീഷ്യനാണ്. പിന്നീട് ഇവിടെ ടു ഹിസ് കോയ് മിസ്ട്രസ്, കോയ് എന്ന് പറഞ്ഞ ഷൈനീസ് ആണ്. ഇതിനകത്ത് സ്പീക്കർ തൻ്റെ പാർട്ട്ണറിനോട് പറയുകയാണ് താൻ ഷൈനസ് ഒക്കെ മാറ്റി വെച്ച് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് റെഡി ആകണം എന്ന് പറയുന്നതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്, താൻ ഒരു തൻ്റെ ഷൈനസ് ഒക്കെ മാറ്റി വെച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വില്ലിങ് ആവണം. കാരണം എന്ന് വെച്ചാൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇല്ല എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യൻ ഈ ഒരു മാൻ ഈ ഒരു സ്പീക്കർ പറയുന്നത് തൻ്റെ ലവറിനോട് സമയത്തിനെ പറ്റി പറയുകയാണ്. കാരണം സമയത്തിനാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ അഡ്രസ് ചെയ്യുന്നത്. ടൈം എന്ന് പറയുന്നത് കൂടുതലില്ല, ഈ വേൾഡിൽ ടൈം കൂടുതലില്ല. അപ്പം ഇപ്പം തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം തനിക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം എറ്റേണൽ ലൈഫിനെ പറ്റിയിട്ടാണ് ആദ്യം പറയുന്നത്. ഇപ്പം ടൈം ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ, ഈ ടൈം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്പീക്കർ തൻ്റെ പാർട്ട്ണറിൻ്റെ ഐസ് 100 വർഷം റേസ് ചെയ്തേനെ. അതുപോലെ തന്നെ 100 വർഷം തൻ്റെ ഫോർഹെഡിൽ നോക്കി നിൽക്കുകയും ഫോർഹെഡും ഐസും റേസ് ചെയ്തേനെ. പിന്നെ 200 വർഷത്തോളം തൻ്റെ ബ്രസ്റ്റ് നോക്കി നിന്നേനെ. 30,000 ഇയേഴ്സ് തൻ്റെ ബാക്കിയുള്ള ബോഡീസ് നോക്കി നിന്നേനെ, ബോഡി പാർട്സ് നോക്കിയേനെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ സ്പീക്കർ തൻ്റെ ലവിനെ വെജിറ്റബിൾ ലവ് ആയിട്ട് പയ്യെ ഗ്രോ ചെയ്ത് വരുന്ന ഒരു വെജിറ്റബിൾ ലവ് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഇപ്പം ടൈം കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 100 ഇയേഴ്സ് തൻ്റെ ഐസും ഫോർഹെഡും റേസ് ചെയ്തേനെ, 200 ഇയേഴ്സ് തൻ്റെ ബ്രസ്റ്റ് നോക്കി നിന്നേനെ, അതുപോലെ തന്നെ 30,000 ഇയേഴ്സ് തൻ്റെ മറ്റു ബോഡി പാർട്സ് നോക്കി നിന്നേനെ എന്നാണ് ഇതിനകത്തുള്ള സ്പീക്കർ പറയുന്നത്. ടൈം ഉണ്ടായിരുന്നെങ്കിൽ, അത്രയും ടൈം അവൈലബിൾ ആയിരുന്നെങ്കിൽ. പക്ഷെ അതിപ്പോൾ എന്താണ്, പോസിബിൾ അല്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോസിബിൾ ആവണമെങ്കിൽ തനിക്ക് എറ്റേണൽ ലൈഫ് വേണം, കാരണം ഡെത്ത് ഇല്ലാത്തൊരു ലൈഫ് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ടൈം എന്ന് പറയുന്നത് അങ്ങനെ അത്ര ഇല്ല, ഇനഫ് ടൈം അവർക്ക് പോസിബിൾ അല്ല. പിന്നീട് സെക്കൻഡ് സ്റ്റാൻസയിൽ തൻ്റെ സ്പീക്കറിന് കൊടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ സ്പീക്കറിനോട് പറയുന്ന കാര്യമാണ്. കാരണം സ്പീക്കർ തൻ്റെ ലവറിനോട് പറയുന്ന കാര്യം, സ്പീക്കറിനോട് പറയുന്ന കാര്യമല്ല, സ്പീക്കർ തൻ്റെ ലവറിന് കൊടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ ലവറിനോട് പറയുന്ന കാര്യമാണ്. കാരണം സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഡെത്തിൻ്റെ സൗണ്ട് ഇപ്പം കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലവറിന് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഭയങ്കര റഷ് ചെയ്യുവാണ്, എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഒരു റഷിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇയാൾ തൻ്റെ ബിലോഡിനെ റിമെമ്പർ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്, ഡെത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം ഈ ഒരു തൻ്റെ ബ്യൂട്ടി ഫെയ്ഡ് ആവുകയും അന്ന് നിനക്ക് വെർജിനിറ്റി ലോസ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അന്ന് തൻ്റെ വെർജിനിറ്റി ആരെടുക്കും, വോംസ്, പുഴുക്കൾ ഒക്കെ കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും, കാരണം അങ്ങനെ താൻ ഇങ്ങനെ നോക്കി നിന്നാൽ മരണം തന്നെ കൊണ്ടുപോവുകയും മണ്ണിൽ കുഴിച്ചിടുമ്പോഴത്തേക്ക് വോംസ് തൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടുകയും വോംസ് തൻ്റെ വെർജിനിറ്റി എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തനിക്ക് വേണ്ടി വില്ലിങ് ആവണമെന്നാണ് സ്പീക്കർ ലവറിനോട് പറയുന്നത്. പിന്നീട് തേർഡ് സ്റ്റാൻസിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പറയുന്നത്. കാരണം ഇങ്ങനെ മരണം സംഭവിച്ചു പോകും, അതുകൊണ്ട് എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇപ്പോൾ റെഡി ആവണം. ഇതാണ് യൂത്ത് ടൈം, ഇപ്പോഴാണ് എല്ലാം എൻജോയ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ എങ്ങും ബ്യൂട്ടിഫുള്ളും ആണ്. ഒരിക്കലും ഇതെല്ലാം ഫീഡ് ചെയ്യുകയും നഷ്ടപ്പെട്ടു പോവുകയും പോകും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം സ്പീഡപ്പ് ആക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്പോർട്ടിന് വേണ്ടി തയ്യാറാണ്. സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സെക്സ് റിലേഷൻഷിപ്പിലാണ്, അതിന് വേണ്ടി തയ്യാറാവണമെന്നാണ്. ഡെത്തിന് ശേഷം ഒന്നും പോസിബിൾ അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഡെത്തിന് മുമ്പ് നമുക്ക് ഈച്ച് ആൻഡ് എവരി മൂമെൻറ്റ് എൻജോയ് ചെയ്യണമെന്നാണ് സ്പീക്കർ പറയുന്നത്. നമുക്കൊരിക്കലും സണ്ണിനെയോ അല്ലെങ്കിൽ ടൈമിനെയോ മരണത്തിന് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. കാരണം ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസേജ് ആണെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് നമ്മൾ ഈച്ച് ആൻഡ് എവരി ടൈം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് സ്പീക്കർ തന്നെ ലവറിനോട് പറയുന്നത്. അപ്പം ടു ഈസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്നത് ആൻഡ്രോ മാർവലിൻ്റെ ഒരു പോയമാണ്. ഇതിനകത്ത് ഫസ്റ്റ് സെൻസിൽ പറയുന്നത് ടൈമിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത്ര ടൈം ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേനെന്ന് പറയുന്നുണ്ട്. പിന്നീട് അതായത് പ്രേസ് ചെയ്തേനെന്നും തൻ്റെ ബ്രസ്റ്റ് നോക്കി നിന്നേനെന്നും പിന്നെ അതുപോലെ തന്നെ മറ്റു ബോഡി പാർട്സ് നോക്കി നിന്നേനെന്നും പറയുന്നുണ്ട്. സെക്കൻഡ് സെൻസിൽ പറയുന്നത് എല്ലാം ഒരു ടൈമിൽ ലോസ്റ്റ് ആവും, ഫേഡ് ഔട്ട് ആയി പോകുമെന്ന് ലവറിനോട് പറഞ്ഞിട്ട്, മൂന്നാമത്തെ സെൻസിൽ ഒരു സൊല്യൂഷനാണ് പറയുന്നത്, എല്ലാം പെട്ടെന്നാവട്ടെ, അല്ലെങ്കിൽ എല്ലാം ആ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാം. ടൈമിനെ പറ്റിയിട്ട് ഇപ്പം അതിനുള്ള ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൈം ആണെന്ന് പറയുന്നുണ്ട്.